എമ്പുരാൻ സിനിമ പുറത്തിറങ്ങിയതിന് പിന്നാലെ അതിൻ്റെ നിർമ്മാതാക്കൾ പ്രത്യേകിച്ച് ഗോകുലം ഗോപാലൻ ഭയന്നത് തന്നെ സംഭവിച്ചു. ഇപ്പോൾ സിനിമ ഇറങ്ങി 5 ദിവസം മാത്രമേ പിന്നിടുന്നുള്ളൂ. ഗോകുലം ഗോപാലൻ്റെ തമിഴ്നാട്ടിലെയും കോഴിക്കോട്ടെയും ഓഫീസിലൊക്കെ ഇടി പാഞ്ഞെത്തി. ഇന്ന് പല ഓഫീസുകളിലും ഉച്ചവരെ റെയ്ഡായിരുന്നു. പരിശോധന പൂർത്തിയാക്കിയപ്പോൾ ഇ.ഡി മടങ്ങിയിട്ടുണ്ട്. ഇ.ഡി പറയുന്നത് നേരത്തെ തന്നെ ഫെമ നിയമം ലംഘിച്ച കുറ്റത്തിന് നിരന്തരം നിരീക്ഷണത്തിലായിരുന്നു, പരിശോധനകൾ നടന്നു വരികയായിരുന്നു. അതിൻ്റെ തുടർച്ചയായി മാത്രം കണ്ടാൽ മതി. ഈ എമ്പുരാൻ സിനിമയിലെ രാഷ്ട്രീയ വിവാദവും ഇതുമായി കൂട്ടി വായിക്കേണ്ടതില്ല എന്നൊക്കെ ഇ.ഡി പറയുന്നുണ്ടെങ്കിലും പൊതുജനം പക്ഷേ അതിനെ കൂട്ടി വായിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഗോകുലം സ്ഥാപനങ്ങളിലെ റെയ്ഡിനെ, ഇപ്പോഴത്തെ റെയ്ഡിനെ എങ്ങനെ കാണാം എന്നതാണ് നമ്മൾ ആദ്യമായി സംസാരിക്കുന്നത്. അജിംസ്, സ്വാഭാവികമായും പൊതുജനങ്ങൾക്ക് സംശയമുയരും തൊട്ടു പിന്നാലെ ഇ.ഡി എത്തുമ്പോൾ. അപ്പോൾ ഇതിനെ ഈ തുടർച്ചയായി നടന്നു വരുന്ന റെയ്ഡിൻ്റെ ഒരു തുടർച്ചയായി കണ്ടാൽ മതിയോ, അതോ പുതിയ സാഹചര്യത്തിൽ കൂട്ടി വായിക്കേണ്ടതുണ്ടോ? 2017 മറ്റോ ആണ് ഗോകുലം ചിറ്റ് ഫണ്ട്സിൻ്റെ ഓഫീസുകളിൽ റെയ്ഡ് നടക്കുന്നത്. അന്ന് ആദ്യം റെയ്ഡ് നടക്കുന്നത് ഇൻകം ടാക്സുകാരാണ്. ഇൻകം ടാക്സുകാർ റെയ്ഡ് വന്നു. തൊട്ടനാണ് ഫെമ വയലേഷൻ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറും റെയ്ഡ് നടത്തി. അപ്പോൾ ആ സംഭവം കഴിഞ്ഞിട്ട് 8 വർഷമായി. 8 വർഷത്തിന് ശേഷം വീണ്ടും റെയ്ഡ് നടക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം അന്ന് കണ്ടെത്തിയ ഫെമ വയലേഷനിൽ എന്താണ് നടന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു ഡാറ്റയും അവൈലബിൾ അല്ല. ഇ.ഡി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ഗോകുലം ഗോപാലനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഫെമ വയലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ കുറ്റമല്ല, അതൊരു സിവിൽ കുറ്റമാണ്. ഫെമ വയലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ കൂടിപ്പോയാൽ ഗോകുലം ഗോപാലൻ ഫൈൻ അടച്ച് ആ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാകും എന്ന് നമുക്ക് ഊഹിക്കാം. നമുക്കറിയില്ല, അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയില്ല. ഇപ്പോൾ സെയിം കുറ്റം പറഞ്ഞിട്ടാണ്, ഫെമ വയലേഷൻ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇ.ഡി റെയ്ഡ് നടക്കുന്നത്. ഇ.ഡിക്ക് ഇപ്പോൾ തോന്നുവാണ് ഗോകുലം ഗോപാലൻ ഫെമ വയലേഷൻ നടത്തിയെന്ന് തോന്നിയാൽ അയാളുടെ വീട്ടിലോ ഓഫീസിലോ സ്ഥാപനങ്ങളിലോ റെയ്ഡ് ഇടുന്നതിന് സമ്പൂർണ്ണ അധികാരമുള്ളൊരു ഏജൻസിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അധികാരങ്ങളുള്ള ഏജൻസിയാണ്. അതൊരു എന്താ പറയുക, ഒരു പകുതി കോടതി കൂടിയാണ്. അതായത് പകുതി കോടതിയുടെ അധികാരമുള്ള ഒരു കേന്ദ്ര ഏജൻസിയാണ്. മറ്റൊരു ഏജൻസിക്കും അങ്ങനെ അധികാരങ്ങളില്ല. കോടതിയുടെ അധികാരം എന്ന് പറഞ്ഞാൽ തെളിവ് ഹാജരാക്കേണ്ട ചുമതല ഇ.ഡി കുറ്റം ആരോപിക്കുന്നവർക്കാണ്, അല്ലെങ്കിൽ ഇ.ഡിക്കൊന്നും കണ്ടെത്തേണ്ടതില്ല. ഇപ്പോൾ ഇ.ഡി ഒരാൾക്കെതിരെ കേസെടുക്കുകയാണ്, ഞങ്ങൾക്ക് ഇന്ന സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ സംശയിക്കരുത് സാർ എന്ന് പറഞ്ഞ് തിരികെ തെളിവ് കൊടുക്കേണ്ട ബാധ്യത ആരുടെ പേരിലാണ്? കുറ്റാരോപിതൻ്റെ പേരിലാണ്. അതുകൊണ്ടാണ് അതിനൊരു പകുതി കോടതിയുടെ അധികാരം ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഗോകുലം ഗോപാലൻ പറയുകയാണ്, ഞാൻ ഫെമ വയലേഷൻ നടത്തിയിട്ടില്ല, എങ്കിൽ നിങ്ങൾ തെളിയിക്കൂ എന്ന് ഗോകുലം ഗോപാലനോട് പറയും. ഗോകുലം ഗോപാലൻ അതിൻ്റെ പുറകെ കണ്ടുവരും. അതുകൊണ്ടാണ് ഇ.ഡി കേസുകൾ, ഇപ്പോൾ ഇ.ഡി കേസുകൾ, ഇ.ഡിയെ പറ്റിയുള്ള ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് ഇ.ഡി എടുക്കുന്ന കേസുകളൊന്നും കോടതിയിൽ തെളിയിക്കപ്പെടുന്നില്ല, കൺവിക്ഷൻ റേറ്റ് കുറവാണ് എന്നാണ് അവർക്കെതിരുള്ള ആരോപണം. പക്ഷേ ഒരു ഇ.ഡി കേസ് ഇറ്റ്സെൽഫ് തന്നെ ഒരു ശിക്ഷയാണ്, പണിഷ്മെൻ്റായി മാറുകയാണ് കുറ്റാരോപിതന്. അതാണ് ഇ.ഡിയുടെ ഒരു പ്രശ്നമായി വിമർശകർ ഉയർത്തിക്കാട്ടുന്നൊരു കാര്യം. അപ്പോൾ ഗോകുലം ചിറ്റ്സ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ചിട്ടി കമ്പനിയാണ്. ആ ചിട്ടി കമ്പനി ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ആണ്. അപ്പോൾ ഒരു ഗോകുലത്തിൻ്റെ എല്ലാ ബ്രാഞ്ചുകളിലും നാളെ ഇ.ഡി കയറി റെയ്ഡ് ചെയ്യുകയാണെന്നിരിക്കട്ടെ, അത് അവരുടെ ഗുഡ് വില്ലിനെ വലിയ തോതിൽ ബാധിക്കും. കാരണം ചിട്ടി കമ്പനികൾ പൂട്ടുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ചിട്ടി കമ്പനികൾ പൂട്ടുക? ചിട്ടി നിക്ഷേപിച്ച തുക തിരികെ കിട്ടിയേക്കില്ല എന്നൊരു റൂമർ പരന്നാൽ മതി, പിറ്റേ ദിവസം മുതൽ നിക്ഷേപകർ അവരുടെ ഓഫീസിൽ പോയി നിൽക്കും, ആ ചിട്ടി കമ്പനി പൂട്ടും. അപ്പോൾ ഇ.ഡി നാളെ മുതൽ ഈ ചിട്ടി കമ്പനികൾ, ഇവരുടെ ബ്രാഞ്ചുകൾ മുഴുവൻ റെയ്ഡ് നടത്താന്നിരിക്കട്ടെ, ഗോകുലം ചിറ്റ് ഫണ്ട്സ് പൊട്ടിപ്പോവും. കാരണം അത്ര ദുർബലമാണ് അതിൻ്റെ ഘടന. അതിന് മുമ്പ് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഗോകുലം ഗോപാലിനെ സംബന്ധിച്ച് വലിയ ക്രൈസിസാണിത്. അപ്പോൾ 1000 കോടിയുടെ ഫെമ വയലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും 1000 കോടി രൂപയുടെ എന്തോ കള്ളപ്പണം ഗോകുലം ഗോപാലൻ ചിട്ടി കൊണ്ടുവന്ന് വച്ചിരിക്കുകയാണ്, അപ്പോൾ കള്ളപ്പണം പിടിക്കുകയാണ്. ഇത് കള്ളപ്പണം പിടിക്കാനുള്ള റെയ്ഡല്ല, ഫെമ വയലേഷനാണ്. ഫെമ വയലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ പ്രവാസികളായ ധാരാളം ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. അവരൊക്കെ സമ്പാദിക്കുന്ന തുക എന്ത് ചെയ്യും? ചിട്ടിയിൽ നിക്ഷേപിക്കും. അത് ചിലപ്പോൾ ഗോകുലം ചിറ്റ്സിലായിരിക്കും, ചിലപ്പോൾ KSF-യിലായിരിക്കും. വിദേശത്ത് നിന്ന് അയക്കുന്ന പണത്തിന് ചില റെഗുലേഷൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ചില നിയമങ്ങളുണ്ട്, എങ്ങനെ അയക്കണം, എവിടെ സൂക്ഷിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഇപ്പോൾ ഗോകുലം ഗോപാലൻ നിക്ഷേപം സ്വീകരിച്ചു, പ്രവാസികളിൽ നിന്ന് മറ്റോ നിക്ഷേപം സ്വീകരിച്ചു, അതിൽ എന്തെങ്കിലും ക്രമക്കേട് ആരോപിക്കുകയാണ് ഇ.ഡി ചെയ്യുന്നത്, തെളിയിക്കുകയല്ല, ആരോപിക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു ക്രമക്കേടും ചെയ്തിട്ടില്ല സർ എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇപ്പോൾ ഗോകുലം ഗോപാലിൻ്റെ കയ്യിലാണ്. രണ്ടാമത് ഇതിൻ്റെ ടൈമിംഗ് ആണ്. സേഫ് സൂചിപ്പിച്ചതുപോലെ എമ്പുരാൻ സിനിമ 27-ാം തീയതിയാണ് ഇറങ്ങിയത്, ഇന്ന് 4-ാം തീയതിയാണ്. അപ്പോൾ സിനിമ ഇറങ്ങി ഇത്ര ദിവസത്തിനുള്ളിൽ ഇ.ഡിയുടെ റെയ്ഡ് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഗോകുലം ഗോപാലൻ ഉൾപ്പെടെ ഈ സിനിമയ്ക്കെതിരെ നിരവധി പരാതികൾ ഓൾറെഡി പോയിട്ടുണ്ട്. ഈ സൈബർ സംഖ്യകൾ എന്നറിയപ്പെടുന്ന ആളുകൾ അത് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. മോഹൻലാലിൻ്റെ കേണൽ പദവി, എന്താ കേണലല്ലേ, ലെഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണം, പൃഥ്വിരാജിൻ്റെ ബന്ധം അന്വേഷിക്കണം. ഏത് ബന്ധം?
ജോർഡനിൽ പോയപ്പോൾ അദ്ദേഹം IS ഭീകരവുമായി ബന്ധപ്പെട്ടത് അന്വേഷിക്കണം. അത് അന്വേഷിക്കാനാണ് ഇനി NIA ആണ് വരേണ്ടത് പൃഥ്വിരാജിനെതിരെ. മറ്റൊന്ന് ഗോകുലം ഗോപാലിനെതിരെയും എല്ലാവർക്കെതിരെയും പരാതി പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ അന്വേഷിക്കുന്ന ഒരു ഏജൻസിയാണ് ഈ പറയുന്ന കേന്ദ്ര ഏജൻസികൾ എന്ന് വരികയാണ് ഇത്തരം റെയ്ഡുകൾ കാണുമ്പോൾ. രണ്ടാമത്തെ കാര്യം, ഇതുകൊണ്ട് ഭയപ്പെടുത്താൻ പറ്റുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഭയപ്പെടുത്താൻ, ഡിസ്റപ്റ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ എമ്പുരാൻ എന്നൊരു സിനിമ എന്തിനാണ് ഗോകുലം ഗോപാലൻ പിടിച്ചത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. അത് എത്രമാത്രം റിസ്ക്കിയാണ് പൃഥ്വിരാജിനെ സംബന്ധിച്ചും മോഹൻലാലിനെ സംബന്ധിച്ചും ഗോകുലം ഗോപാലിനെ സംബന്ധിച്ചും എത്ര റിസ്ക്കിയാണ് ആ സിനിമ പുറത്തിറക്കിയത് എന്നുള്ളത് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. എത്രമാത്രം സാമൂഹികവും രാഷ്ട്രീയവുമായ സമ്മർദ്ദമാണ് അവർക്ക് നേരിടേണ്ടി വന്നത്, എത്രമാത്രം അധിക്ഷേപങ്ങൾ ഓൺലൈനായും ഓഫ്ലൈനായും അവർ കേട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇവരെല്ലാം ആക്ച്വലി ബിസിനസ്സാണല്ലോ. ഇപ്പോൾ മോഹൻലാലാകട്ടെ സിനിമാഭിനയം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നിർമ്മാണ കമ്പനി കൂടി, ഇപ്പോൾ ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറയുന്നത് മോഹൻലാലിന് കൂടി പങ്കാളിത്തമുള്ളതാണെന്നാണ് പൊതുവയ്പ്പ്. അപ്പോൾ അവർ കൂടി പങ്കാളിത്തമുള്ളൊരു സിനിമാ കമ്പനിയാണ് സിനിമ എടുത്തത്. ഗോകുലം ഗോപാലനാവട്ടെ ഈ പറഞ്ഞ ചിട്ടിയോ സിനിമയോ മാത്രമല്ല, ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി എന്നുള്ള ഒരുപാട് ഹോട്ടലുകൾ അദ്ദേഹം ഉടമയാണ്. തിരുവനന്തപുരത്തെ മാസ്കോട്ട് ഹോട്ടൽ അദ്ദേഹം വാങ്ങിക്കഴിഞ്ഞു. കൊച്ചിയിലെ ഹോളിഡേ ഇൻ അദ്ദേഹം വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട്ടാകട്ടെ, കോഴിക്കോട് ഗോകുലം മാളിനോട് ചേർന്ന് തന്നെ അദ്ദേഹം ഗോകുലം ഗാലറി എന്ന മറ്റേ പേരിൽ പുതിയ ഹോട്ടൽ തുടങ്ങി. അപ്പോൾ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. അപ്പോൾ ഈ ഡിസ്റപ്ഷൻ അവരുടെ ബിസിനസ്സിനെ എല്ലാം ബാധിക്കും, സ്വാഭാവികം ബാധിക്കും. അപ്പോൾ ഇതിന് നമുക്കിപ്പോൾ 2017 നടന്നിട്ടുള്ള ED റെയ്ഡിന് 8 വർഷം കാത്തിരുന്ന് ഇപ്പോൾ ഈ സമയം തിരഞ്ഞെടുത്ത് എന്തിനാണെന്ന് ചോദ്യമുണ്ട്. അതിനുള്ള കോമൺ സെൻസിലുള്ള മറുപടി ഇതൊരു റിട്ടാലിയേറ്ററി റെയ്ഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു തിരിച്ചടി ഗോകുലം ഗോപാലിനും എമ്പുരാൻ സിനിമയ്ക്ക് നൽകാൻ വേണ്ടിയുള്ള റെയ്ഡെന്ന് സ്വാഭാവികമായും ഊഹിക്കാം. അതർവൈസ് ഗോകുലം ഗോപാലൻ ചെയ്ത തെറ്റെന്താണ് എന്ന് ED കണ്ടെത്തി നമ്മുടെ മുമ്പിൽ പറയണം. അല്ലെങ്കിൽ ഈ ED റെയ്ഡ് തന്നെ ED കേസല്ല, അതുകൂടി ശ്രദ്ധിക്കണം. ED കേസെടുക്കുകയല്ല ചെയ്തുള്ളൂ, ED റെയ്ഡ് മാത്രമാണ്. EDക്ക് സംശയം തോന്നി, അവിടെ എന്തുകൊണ്ടെന്ന് തോന്നി, കയറി പരിശോധിക്കുന്നു, മാധ്യമങ്ങളോട് പറയുന്നു, ഫെമ വയലേഷനാണെന്ന് പറയുന്നു, വിശദീകരിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ വെൻഡേറ്റ എന്നൊക്കെ പറയാവുന്ന ഒരു കാര്യത്തിന് വേണ്ടി കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗമെന്ന് നമുക്ക് നിശ്ചയമായും പറയാം. പക്ഷേ ഇതുകൊണ്ട് എമ്പുരാൻ എന്തെങ്കിലും ആ സിനിമയ്ക്ക് എന്തെങ്കിലും കോട്ടം സംഭവിച്ചോ? ഇല്ല. എമ്പുരാൻ എന്ന സിനിമ അതിൻ്റെ ചരിത്രപരമായ നിയോഗം നിർവഹിച്ചു കഴിഞ്ഞാൽ ഒരു ജനത വിസ്മൃതിയിലേക്ക് പോയ ഒരു കാര്യത്തെ വീണ്ടും അതിൻ്റെ ശവക്കുഴി തോണ്ടി പുറത്തേക്കിട്ടു. ജനം അതിൻ്റെ റീപോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സിനിമയ്ക്ക് വേണ്ടി മുടക്കിയ തുക അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ടി എടുത്ത എഫേർട്ട് അത് സാർത്ഥകമായിട്ടുണ്ട്. ആ സിനിമയുടെ നിയോഗം പൂർത്തിയായിട്ടുണ്ട് എന്തായാലും. ഇനി അത് ബിസിനസ് എന്ന നിലയിൽ കച്ചവടം നടത്തിയെന്ന് ചോദിച്ചാൽ ആ സിനിമ 200 കോടി കവിഞ്ഞു എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത്. ഇപ്പോൾ എത്ര കളക്ട് ചെയ്യണമെന്ന് അറിയില്ല. അതിൻ്റെ ഒരു ഗ്രോസ് കളക്ഷൻ എത്ര ഉണ്ടാവും എന്ന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഇനി വരാൻ പോകുന്ന സാറ്റലൈറ്റ് OTT അതൊക്കെ വെച്ചിട്ട് മൊത്തം എത്ര കളക്ട് ചെയ്യുമെന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും അത് ലാഭമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്ന് മാത്രവുമല്ല, മലയാള സിനിമയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കളക്ഷൻ ആയി അത് മാറിക്കഴിഞ്ഞു. ഓൾറെഡി മഞ്ഞുമൽ ബോയ്സിനേക്കാൾ കൂടുതൽ കളക്ട് ചെയ്തൊരു സിനിമയായി മാറിക്കഴിഞ്ഞു. ഇനി EDക്ക് ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ ഇനി ഈ പറയുന്ന ആ സിനിമയുടെ ശത്രുക്കൾ ചെയ്യാൻ കഴിയുക ഇങ്ങനെയുള്ള ഡിസ്റപ്ഷൻസ് ഉണ്ടാക്കുക, അവരുടെ പ്രതിച്ഛായയെ ബിസിനസ്സിനെ തകർക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിഷാദ്, ഗോകുലം ഗോപാലൻ വളരെ വൈകിയാണ് സിനിമയിൽ ജോയിൻ ചെയ്തത്. എനിക്ക് തോന്നുന്ന ഈ ഗോകുലം ഗോപാലൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ സാധ്യതയില്ല. അദ്ദേഹം പ്രിൻറ്റും കണ്ടിട്ടുണ്ടാവില്ല. ഈ അതിൻ്റെ ചരിത്രപരമായ നിയോഗത്തെക്കുറിച്ചൊന്നും അദ്ദേഹം ഒരിക്കലും ഗോകുലം ഗോപാലിനെ പറ്റി അങ്ങനെ പറയരുത്. അദ്ദേഹം സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല, സിനിമ ഉണ്ടാവോ? അദ്ദേഹം കഥ കേൾക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്. അദ്ദേഹം കഥ കേൾക്കാതെ ഒരു സിനിമയും അദ്ദേഹം ഏറ്റെടുക്കാറില്ല. അതെനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ശരി, ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ഗോകുലം ഗോപാലിനെ ഭയപ്പെടുത്തി നിർത്തുക എന്നുള്ളതാണ്. ഈ സിനിമ വിവാദമായതിന് തൊട്ടു പിന്നാലെ ആദ്യം ഇതിൽ വേണ്ട തിരുത്തലുകൾ വരുത്താമെന്ന് പറഞ്ഞ ഒരാൾ ഗോകുലം ഗോപാലിനാണ്. അയാളെ തേടി തന്നെ ED എത്തുകയാണ്. അപ്പോൾ ഇത് ഒരു ഭയപ്പെടുത്തൽ മാത്രമായി ഗോകുലം ഗോപാലൻ കാണുമോ, അതോ ഇദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിന് വലിയൊരു ക്ഷീണം സംഭവിപ്പിക്കുമോ? സൈഫ്, ഇത് ഗോകുലം ഗോപാൽ എന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന ഒരു പ്രതികാരം അല്ല കണ്ടത്. അതായത് നോക്കൂ, ഈ സിനിമ ഡിസ്റ്റേബ് ചെയ്യുന്നത്, ഈ സിനിമ കളിയാക്കുന്നത് ഏതെങ്കിലും സുരേഷ് ഗോപിയോ B ഗോപാലകൃഷ്ണനെ പോലെയുള്ള ലോക്കൽ ലീഡേഴ്സിനെ അല്ല, മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഐക്കണായ നേതാവ്, 2002 കലാപത്തിൻ്റെ സകല ഓർമ്മകളും മായ്ച്ചു കളഞ്ഞ അദ്ദേഹത്തെ ഒരു വിശ്വഗുരുവായിട്ടും സമാധാനത്തിൻ്റെ നൊബേൽ പ്രൈസ് വാങ്ങിക്കാൻ കഴിയുന്ന ആളായിട്ടും പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഗുജറാത്തിൻ്റെ ഓർമ്മകളെ ഒരു സിനിമ കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നത്. എന്ന് വെച്ചാൽ ആ സിനിമ ഡയറക്റ്റ്ലി ഹിറ്റ് ചെയ്യുന്ന ആരെയാണ്? നരേന്ദ്രമോദിയാണ്. ഏതെങ്കിലും ഒരു BJP-കാരനെയോ BJP-യുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സില്ലി സംഗതിയല്ല, മറിച്ച് നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് ഉയർക്കൊണ്ടുവന്നതിന് അടിസ്ഥാന കാരണമായി മാറിയ സംഗതിയെ കൊത്തി വലിച്ചുകൊണ്ട് വരികയാണ്. അത് പൊറുക്കില്ല നരേന്ദ്രമോദി സർക്കാർ. അതാണ് നമ്മൾ കാണുന്നത്.
ഇപ്പം മോഹൻലാലും അദ്ദേഹത്തിൻ്റെ ടീമും ഈ കാര്യത്തിൽ മാപ്പ് പറയാൻ നിർബന്ധിതമായത് ഇവിടെ ഏതെങ്കിലും ലോക്കൽ സംഘപരിവാർ ആൾക്കാർ ബഹളം വെച്ചിട്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഉറപ്പായിട്ടും അവർക്ക് ഡൽഹിയിൽ നിന്ന് കോളുകൾ വന്നിട്ടുണ്ടാവും. കാരണം അങ്ങനെ ഡൽഹിയിൽ നിന്ന് കോളുകൾ വരാൻ തക്കവണ്ണം ഗ്രാവിറ്റി ഇതിനുണ്ട്. നോക്കൂ, BBC എന്ന് പറയുന്ന ചാനലിനെ ഇവിടെ നിന്ന് ഓടിച്ചു. അവരുടെ ഓഫീസിൽ റേഡിയോ നടത്തി. എന്തിനാണ്? മേലാൽ നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൻ്റെ കഥ ഇവിടെ മിണ്ടിപ്പോകരുത് എന്ന സന്ദേശം കൊടുക്കാനത് അവർക്ക് പൂട്ടേണ്ടി വന്നില്ല. പരിപാടി ഈ പരിപാടി അവർക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. ഇന്ത്യയിൽ ആ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കാൻ സംഭവിച്ചില്ല. എന്ന് വെച്ചാൽ മോദിയെ ഹിറ്റ് ചെയ്യുന്ന പരിപാടി വേണ്ട. അതാണ് ഈ സിനിമ ചെയ്യുന്നത്. ഇന്നത്തെ ഇന്ത്യയിൽ ഒരാളും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒന്ന്. നോർത്ത് ഇന്ത്യയിൽ നമുക്ക് പോയാൽ കാണാം, അവിടെ ഉണ്ടാക്കുന്ന സിനിമ മോദിയെ പ്രകീർത്തിക്കുന്നതാണ്. മോദിയുടെ ബയോപിക്കുകൾ, മോദിയുടെ രാഷ്ട്രീയത്തിന് ഓശാന പാടുന്ന പടം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഒരു പടം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ പടത്തിൽ അവർ മാപ്പ് പറഞ്ഞു, തിരുത്തി എന്നൊക്കെ പറയുമ്പോഴും ആ പടം നേരത്തെ അജിംസ് പറഞ്ഞ പോലെ അതിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റി കഴിഞ്ഞു. അതിൻ്റെ എന്താണോ ലക്ഷ്യം വെച്ചത് നിറവേറ്റി കഴിഞ്ഞു. അത് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ബേസിക് കോർ എന്ന് പറഞ്ഞാൽ ഗുജറാത്തിൽ ഒരു റൈറ്റ് ഉണ്ടായിരുന്നെന്നും ആ റൈറ്റിന് ഹിന്ദുത്വ രാഷ്ട്രീയ നേതൃത്വം കൊടുത്തുവെന്നും എന്നുള്ളതാണ്. അവിടെ ഒരു അനീതി സംഭവിച്ചിട്ടുണ്ടെന്നും ആ അനീതിക്ക് ഇനിയും പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള പോയിൻ്റാണ് ആ സിനിമയുടെ കോർ. ഇപ്പോഴും അതവിടെ നിൽക്കുകയാണ്. ഗോകുലം ഗോപാലിൻ്റെ ഓഫീസിൽ റെയ്ഡ് നടത്തുക വഴി അവർ കൊടുക്കുന്ന സന്ദേശം മേലാൽ നരേന്ദ്രമോദിയുടെ പഴയ കഥകൾ ചകഞ്ഞിരുന്ന സിനിമയ്ക്ക് ഫണ്ട് ചെയ്യാൻ ഒരുത്തനും ഇറങ്ങി പുറപ്പെട്ടേക്കരുതെന്നാണ്. പണ്ട് മീഡിയ വണ്ണ് നിരോധിക്കുക വഴി മീഡിയ വണ്ണ് മാത്രം പൂട്ടാനാണ് ഉദ്ദേശം. അല്ല, സർക്കാരിൻ്റെ രാഷ്ട്രീയത്തെ വിമർശിക്കാൻ, അതിനെതിരെ ഒച്ച വയ്ക്കാൻ ഇന്ത്യയിൽ ഒരു മാധ്യമ സ്ഥാപനവും ഇനി തലപൊക്കിയേക്കരുത് എന്ന ഇന്ത്യയിൽ ആകമാനം സന്ദേശം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിരോധനം. അല്ലേ? ആ ഒരു ഭാഗമായിട്ടുള്ള ടാർഗറ്റ് മാത്രമാണ് മീഡിയ വൺ. അത് ഫലിച്ചോ നോക്കിയാൽ നമ്മൾ കാണണം ഇന്നത്തെ ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ നീതിയുക്തമായ നിലപാട് എന്താണ്, അതിന് എന്തുമാത്രം വ്യാപ്തിയുണ്ടെന്ന് പരിശോധിച്ചാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. അപ്പോൾ അത് കൊടുക്കുകയാണ്. ആ സന്ദേശം വളരെ കൃത്യമായിട്ട് ഇന്ത്യയിലെ ഫിലിം ഫീൽഡിൽ പണം ഇറക്കുന്ന മുതലാളിമാർക്ക്, അതിലെ പ്രധാന നായക കഥാപാത്രങ്ങൾക്ക്, സൂപ്പർ സ്റ്റാർക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ ബുദ്ധിമുട്ടും. സർക്കാരിൻ്റെ ഉദ്ദേശം ആ പ്രതികാരമാണ്. അതൊരു മടി അവർക്കില്ല. അത് നിർവഹിക്കാൻ ഒരു മടിയില്ല. നമ്മൾ എത്രയോ ഘട്ടങ്ങളിലായി കണ്ടാണ്. രണ്ടാമത്തെ കാര്യം, എല്ലാവർക്കും മനസ്സിലാവട്ടെ, ഗവൺമെൻറ് അതിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട്, ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് അഴിമതിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് മോദി എല്ലായ്പ്പോഴും പ്രസംഗിക്കുന്നത്. എല്ലാ വർഷവും ചെങ്കോട്ടെ പ്രസംഗിക്കും. ഇവിടെ BJPക്കാരും അദ്ദേഹത്തിൻ്റെ ഫാൻ ബോയ്സ് എല്ലാം പ്രചരിപ്പിക്കുന്നത് ED അഴിമതിക്കെതിരായിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എല്ലാവർക്കും വലിയ അസ്വസ്ഥതയാണെന്നാണ്. എന്നാൽ ED അഴിമതിക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു സംഘമല്ലെന്ന്, സ്വന്തം ഉത്തരവാദിത്വം നീതിയുക്തമായി നിറവേറ്റാൻ കഴിയാത്ത ഒരു ഭാഗ്യം കെട്ട സംഘമാണ് ED. മോദിക്ക് ആവശ്യമുള്ള പണി മാത്രമേ അവരെടുക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ, അങ്ങനെ ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിൽ നിന്ന് മോദിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരുത്തനും രക്ഷയില്ല എന്നതും ഇതൊരു വെള്ളരിക്കാപ്പട്ടണമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാകട്ടെ എല്ലാവർക്കും. രാഷ്ട്രീയ ബാഹ്യമായി നിൽക്കുന്ന സിനിമാക്കാർക്കടക്കം മനസ്സിലാവണം എന്താണ് ശരിക്കും ED ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJPക്കാർക്ക് അപമാനബോധമൊന്നും ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ച് അവർ റിവഞ്ചുകളിൽ ആനന്ദം കൊള്ളുന്നവരത്. കണ്ടോ, ഞങ്ങളുടെ ED ഇറങ്ങി, തീർത്തില്ലേ ഇദ്ദേഹത്തെ, ഇനി ഒരുത്തൻ ഇറങ്ങി അവനെ ED ഉപയോഗിച്ച് പൂട്ടും. ഗോദ്രയിലുണ്ടായ പ്രശ്നത്തിന് 130 കിലോമീറ്റർ അപ്പുറത്തുള്ള അഹമ്മദാബാദിൽ ഞങ്ങൾക്ക് ബലാത്സംഗം ചെയ്യാൻ റൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുകയും അത് അഭിമാനത്തോടെ വിളിച്ചു പറയുകയും ഞങ്ങൾ ഇനിയും കൊല്ലുമെന്ന് TV ചാനൽ ചർച്ചക്കിടെ വിളിച്ചു പറയാൻ മടിയില്ലാത്തവന്മാരാണ് സംഘപരിവാർ. അവർ ED ഉപയോഗിച്ചുള്ള വേട്ടയെ അവർക്ക് വല്ല അഭിമാന പ്രശ്നമുണ്ടോ? അവർ ജയ് വിളിക്കുകയാണ്. കണ്ടോ ഗോകുലം ഗോപാലിൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിക്കൊന്നു. അപ്പോൾ അതാണ് ഇന്ത്യയിലെ യാഥാർത്ഥ്യം. ഒന്ന് ഗോകുലം ഗോപാലിനും അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരും ഫിലിം ഫീൽഡുള്ള മുഴുവൻ പേരും മനസ്സിലാക്കിക്കൊള്ളുക. സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശം ഇവിടെ ഇല്ലയെന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അത് മാധ്യമങ്ങളുടെ എന്തോ പ്രശ്നമാണ്, അല്ലെങ്കിൽ അത് മീഡിയ വണ്ണിൻ്റെ എന്തോ പ്രശ്നമാണ്, അല്ലെങ്കിൽ വേറെ ചില ഗ്രൂപ്പ് ഓഫ് ദ വയറിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ന്യൂസ് ക്ലിക്കിൻ്റെ പ്രശ്നമാണ്. അങ്ങനല്ല. ഇന്ത്യയിൽ സ്വതന്ത്രമായി സംസാരിക്കാൻ, നിങ്ങളുടെ ആശയം സ്വതന്ത്രമായി നിങ്ങൾക്ക് സിനിമയാക്കാൻ ഉള്ള സാഹചര്യമില്ല. ഇവിടെ ഒരു അടിയന്തരാവസ്ഥയുടെ സ്വഭാവമുള്ള സാഹചര്യമുണ്ട്. നിങ്ങൾ എതിർത്താൽ, നിങ്ങൾക്ക് ഭരണകൂടത്തുള്ള വിയോജിപ്പ് എവിടെയെങ്കിലും നിങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങളെ പൂട്ടും, നിങ്ങളെ ഇല്ലാതാക്കും എന്നത് എല്ലാവർക്കും മനസ്സിലാവട്ടെ ഞാൻ പറയാം. EDയുടെ കാര്യത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞ കാര്യമില്ല. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗതികെട്ട സംഘമാണ്. അവർക്ക് അവരുടെ പണിയെടുക്കാൻ നിയോഗമില്ല. അവരുടെ പണി ഇവർക്ക് എന്താണോ ആവശ്യം ആ പണി എടുത്തു കൊടുക്കലാണ്. വെറുതെ കൊടകര കള്ളപ്പണ കേസ് എടുത്തു നോക്ക്. ആ കള്ളപ്പണ കേസ് ഒറ്റ നോട്ടത്തിന് ആർക്കും അറിയാം BJPക്ക് വന്ന പൈസയാണ്. ഇവർ പറയാണ് ട്രാവൻകൂർ പാലസിൻ്റെ ഭൂമി വാങ്ങിക്കാൻ വേണ്ടി കൊണ്ടുവന്ന 20 പൈസയാണ് അതെന്ന്. അപ്പോൾ ട്രാവൻകൂർ പാലസിൻ്റെ ഭൂമി വാങ്ങിക്കാൻ വേണ്ടി ധർമ്മരാജൻ കൊടുത്തുവിട്ട പൈസയ്ക്ക് എന്താണ് BJPയുടെ ജില്ലാ പ്രസിഡന്റുമാരും അല്ലെങ്കിൽ BJPയുടെ ജില്ലാ ഓഫീസിലുള്ള ആൾക്കാർ റൂം അറേഞ്ച് കൊടുക്കുന്നത്? ആ പൈസയായിട്ട് വരുന്നവൻ ട്രാവൻകൂർ പാലസ് വാങ്ങിക്കാൻ 1.5 കോടിയായിട്ട് പോകുന്ന ആൾക്ക് അത് വാങ്ങിച്ചു കൊടുത്താൽ പറയും. അത് വാങ്ങിക്കാൻ അവർ പൊക്കോളല്ലോ. എന്തിനാണ് BJPയുടെ ജില്ലാ ഓഫീസിൽ അവർക്ക് റൂം എടുത്ത് കൊടുക്കുന്നത്? ട്രാവൻകൂർ പാലസ് വാങ്ങിക്കാൻ വേണ്ടി സ്വകാര്യമായി കൊണ്ടുപോയ 1.25 കോടി കൊള്ളയടിക്കപ്പെട്ടാൽ ഉടനെ M ഗണേശൻ എന്ന സംഘടനാ സെക്രട്ടറിയെയും K സുരേന്ദ്രൻ എന്ന BJP സംസ്ഥാന അധ്യക്ഷനെയും എന്തിനാണ് ഫോണിൽ വിളിക്കുന്നത്? ഈ ചോദ്യത്തിനൊന്നും ആൻസർ ഇല്ലാതെ, നാണമില്ലാതെ ഒരു കുറ്റപത്രം എഴുതി കൊടുത്തിരിക്കുകയാണ്. ഇതിൽ BJPക്ക് ഒരു ബന്ധവുമില്ല. ഫോൺ കോളുകൾ പരിശോധിച്ചിട്ടില്ല. ഇത് കള്ളപ്പണമാണെന്ന് ഇത് സ്രോതസ്സുണ്ടത്രേ. ഈ സ്രോതസ് എവിടെയാണ്? അത് അന്വേഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. അത് വേണമെങ്കിൽ ആദായ നികുതി വകുപ്പ് അന്വേഷിച്ചോട്ടെ. സ്രോതസ് അന്വേഷിച്ച് പല കേസുകളിലും അങ്ങേയറ്റം പോയിട്ടുള്ള ഒരു ഏജൻസി പറയാണ് അതിൻ്റെ സ്രോതസ് അന്വേഷിക്കേണ്ട കാര്യവും ഞങ്ങൾക്കില്ല. അത് വേണേൽ IT അന്വേഷിക്കണം. എന്നിട്ട് IT അന്വേഷിച്ചോ? ITക്ക് കാര്യകാരണം സഹിതം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസ് കത്ത് കൊടുത്തിട്ട് 3.5 വർഷമായി IT അന്വേഷിച്ചിട്ടില്ല. പോലീസ് അന്വേഷിക്കും, പോലീസിനോട് ഒരു സോഴ്സും പറഞ്ഞിട്ടില്ല ധർമ്മരാജൻ. ഇവരൊരു കഥ എഴുതി ഉണ്ടാക്കിയത് ഇങ്ങനെ സോഴ്സ് ഉണ്ടെന്ന്.
അപ്പോൾ എങ്ങനെ നഗ്നമായി കേസുകൾ അട്ടിമറിക്കാം, എങ്ങനെ രാഷ്ട്രീയമായി കുറ്റപത്രങ്ങൾ എഴുതി ഉണ്ടാക്കാമെന്ന് തെളിയിക്കുന്ന ഒരു സംവിധാനമാണ് ആ സംവിധാനം. അതുകൊണ്ടാണല്ലോ ഇലക്ട്രൽ ബോണ്ട്. ഏതെങ്കിലും കമ്പനി പോയി റെയ്ഡ് നടത്തും, ആ കമ്പനി ആകെപ്പാടെ ലോക്കാവും. അപ്പോൾ ആ കമ്പനി ഒരു കോടാനുകോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ടായി കൊടുക്കും. റെയ്ഡ് നിൽക്കും, നടപടിയെല്ലാം നിൽക്കും. 8 വർഷം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കയറി നടത്തിയ റെയ്ഡിൻ്റെ പിന്നെ ഒരു തുടർച്ച കാണുന്ന ഇപ്പോഴാണ്. അതുവരെ എന്തായിരുന്നു നടന്നത്, എന്താ അതിൻ്റെ പിന്നിൽ സംഭവിച്ചത്? അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം എവിടെ എത്തി നിൽക്കുന്നു? അപ്പോൾ പ്രതികാരം നിർവഹിക്കുന്ന, എന്താ പറയുന്നത്, ഏറ്റവും ലോ സ്റ്റാൻഡേർഡിൽ പ്രതികാരം നിർവഹിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളത്. പ്രതികാരം നിർവഹിക്കാനാണ് അവർക്ക് ഈ പറഞ്ഞ സംവിധാനമുള്ളത്. അതിൽ അഴിമതിക്കെതിരായിട്ടുള്ള പ്രവർത്തനം നടത്താനുള്ള അല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാവാനുള്ള ഒരു എപ്പിസോഡായിട്ട് നിൽക്കട്ടെ. അപ്പോൾ ഇതൊരു സന്ദേശമാണ്, ഫിലിം ഫീൽഡിന് ആകെയുള്ള സന്ദേശം. നാളെ ഒരു സിനിമ എടുക്കാൻ ഒരു വ്യവസായി ഫണ്ട് ചെയ്യുമോ? ഇങ്ങനെ ഒരു പാൻ ഇന്ത്യൻ സിനിമ സർക്കാരിൻ്റെ രാഷ്ട്രീയത്തിനെതിരായിട്ട്, മോദിയെ പോട്ടെ, സർക്കാരിനെതിരായിട്ടുള്ള ഒരു തുള്ളി സംഗതി ഇനി വരുന്നുണ്ടോ എന്ന് അരിച്ചു പിറക്കി നോക്കിയിട്ടേ ഒരു വ്യവസായി പണം കൊടുക്കുള്ളൂ. അപ്പോൾ അത് അടക്കിയാണ്, ഇനി ഉണ്ടാവരുത്, ഇനി ഒരുത്തിന് ശബ്ദം വരുന്നത്. അവസാനത്തെ അബദ്ധത്തിൽ കേരളത്തിൽ നിന്നൊരു പ്രോഡക്റ്റ് ഉണ്ടായിപ്പോയി, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. അതായിരിക്കും യാഥാർത്ഥ്യം. കാരണം പണമില്ലാതെ ഉണ്ടാവില്ലല്ലോ. ഇനി വല്ല സമാന്തര സിനിമകളോ വല്ല ഡോക്യുമെൻ്ററികളോ ഉണ്ടായാലായി അതെടുക്കുന്നവനൊക്കെ NIA കേസിലോ ED കേസിലോ അകത്ത് പോവുകയും ചെയ്യും. അതായിരിക്കും ഇന്ത്യൻ യാഥാർത്ഥ്യം. അപ്പോൾ ഇന്ത്യൻ യാഥാർത്ഥ്യം എന്താണെന്ന് ഫീൽ ചെയ്യാൻ ഇത് ആ നിലയ്ക്ക് ഒരു പക്ഷേ കാരണമായേക്കുമെന്നേ ഞാൻ കാണുന്നുള്ളൂ. ശരി.